ഹലോ. അപ്പോൾ അതേ ഞങ്ങളുടെ മാമൻ്റെ മോളുടെ കൊച്ചിൻ്റെ 90 അപ്പം ഞങ്ങളിത് അങ്ങോട്ട് പോവുകയാണ്. ഇവിടെ അല്ല പരിപാടി, പറൂരാണ്, വാണിയങ്കാട് വെച്ചാണ് പരിപാടി. അപ്പം ഞങ്ങളിതേ വന്നപ്പോഴേക്കും എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു, അമ്മായിമാരും ആൻറ്റിമാരും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേ ചേച്ചിയുണ്ട്. അപ്പോൾ ചേച്ചിയുടെ മടിയിലിരിക്കുന്ന കുട്ടീനെ കണ്ട നല്ല സാൽവി കുട്ടിയാട്ടാ ഞങ്ങളുടെ അത്. അത് ഇവിടെ എത്തി, ഇതാണ് കേട്ടോ കുഞ്ഞുവാവ. അപ്പോൾ അത് ഇവിടെ വന്നപ്പോഴേക്കും അടുത്ത ചടങ്ങുകളൊക്കെ തുടങ്ങാനുള്ള പരിപാടിയാണ്. അപ്പോൾ നൂലുകെട്ട് അന്ന് കഴിഞ്ഞതാണ്, പക്ഷേ മറ്റേ അരഞ്ഞാണം കെട്ടാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പ് തുടങ്ങുകയാണ്. അപ്പോൾ അതേ കണ്ണനും നീതും ഇരുന്നു. അപ്പോൾ അതേ കുട്ടീനെ കയ്യിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതേ അരഞ്ഞാണം കെട്ടാൻ വേണ്ടിയിട്ട് കണ്ണൻ എല്ലാവരോടും വിളിച്ച് പറയുന്നുണ്ട്, അത് അരഞ്ഞാണം കെട്ടാൻ പോവുകയാണെന്ന് വിളിച്ച് പറയുന്നുണ്ട്. അങ്ങനെ അതേ അരഞ്ഞാണം കെട്ടണേണ്. കുട്ടി നല്ല ഉറക്കമായിരുന്നു. അതിനുശേഷം അവൾ എഴുന്നേറ്റ് അരഞ്ഞാണൊക്കെ കെട്ടിക്കഴിഞ്ഞപ്പോഴേക്കും തന്നെ അവൾ എഴുന്നേറ്റ് പിന്നെ കൊടുക്കാനുള്ള ഗിഫ്റ്റുകളൊക്കെ എല്ലാവരും കൊടുത്തു. പിന്നെ കൊച്ചിൻ്റെ പേര് ഇപ്പോൾ ചെവിയിൽ വിളിക്കണില്ലല്ലോ, ഇപ്പോൾ എല്ലാവരും ഇങ്ങനെ സർപ്രൈസായിട്ട് കാണിക്കുകയല്ലേ ചെയ്യാറ്. അപ്പോൾ ഇവിടെയും ഇതുപോലെ തന്നെ പേര് നമ്മളെ കാണിക്കാൻ പോണേണ്. അപ്പോൾ കുട്ടിയുടെ പേര് ദേവ്ന എന്നാണ് കേട്ടോ. അങ്ങനെ അതേ പേര് ഇടലൊക്കെ കഴിഞ്ഞു. പിന്നെ കേക്ക് മുറിക്കാനുണ്ടായിരുന്നു. അപ്പോൾ കേക്ക് മുറിക്കാനായിട്ട് ഇതേ കേക്കൊക്കെ എടുത്ത് വെച്ചത്. അപ്പോൾ ഇതൊരു കുഞ്ഞു വാവ കമന്ന് കിടക്കണ ഫോട്ടോയാണ് അതിനകത്തുള്ളത്. നല്ല ഭംഗിയുണ്ടായിരുന്നു അത് കാണാനായിട്ട്. അപ്പോൾ അതേ അവർ കേക്ക് മുറിക്കണേണ്. അപ്പോൾ ഈ 2 കുട്ടികളും ഉള്ളത് അപ്പുറത്തെ വീട്ടിലത്തെ അവരുടെ ഭയങ്കര ഫ്രണ്ടായിട്ടുള്ളവരാണ് കേട്ടോ. അപ്പോൾ ആ കുട്ടികളാണ്, അവിടുത്തെ കുട്ടികളെ വിളിച്ച് നിർത്തിയാണ് കേക്ക് മുറിച്ചത്. അങ്ങനെ അവർ കേക്ക് മുറിക്കലൊക്കെ കഴിഞ്ഞു. എല്ലാവരും ഫോട്ടോ ഒക്കെ എടുക്കാനുള്ള ഒരു തിരക്കിലായി. ചടങ്ങുകളെല്ലാം കഴിഞ്ഞു. പിന്നെ എല്ലാവരും ഫോട്ടോ എടുക്കാനുള്ള തിരക്കൊക്കെ ആയിരുന്നു. പിന്നെ അപ്പോഴേക്കും കേക്ക് വന്ന്. അങ്ങനെ ഒരു കഷ്ണം കേക്ക് ഞാനും എടുത്ത്. നല്ല ടേസ്റ്റായിരുന്നു, നല്ല കേക്കായിരുന്നു. അങ്ങനെ കേക്കൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴേക്കും ദേ ആൻറ്റി വന്നായിരുന്നു. ഇതെൻ്റെ വർഷ ആൻറ്റിയാണ്. അപ്പോൾ ആൻറ്റിയുടെ കൂടെ നിന്ന് ഫോട്ടോ എടുത്ത്, കൊച്ചിൻ്റെയും കൂടെ ഫോട്ടോ ഒക്കെ എടുത്ത്. പിന്നെ ദേ ഇത് ഞങ്ങളുടെ സാൽവിക്കുട്ടിയാണ് കേട്ടോ. സാൽവിക്കുട്ടിയും ദിവ്യ ഉണ്ടായിരുന്നു, ചേച്ചി ഉണ്ടായിരുന്നു. അപ്പോഴേക്കും പിന്നെ ഭക്ഷണം കഴിക്കാനായി. അപ്പോൾ ദേ നല്ല ചോറും കറിയായിരുന്നു, ബീഫ് കറി ഉണ്ടായിരുന്നു, പിന്നെ ചിക്കൻ വറുത്തതും, പിന്നെ ചെമ്മീൻ പൊടി, മോരിയാറൊക്കെ ഇട്ടൊക്കെ നല്ല ടേസ്റ്റുള്ള ചോറായിരുന്നു. അങ്ങനെ ചോറീറ്റൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതേ വാതിക്ക് എല്ലാവരും കൂടി വർത്താനമൊക്കെ പറഞ്ഞ് ഫോട്ടോ ഒക്കെ എടുത്തിരിക്കണമായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് പേരും കൂടി കഴിച്ച് കഴിയാനുണ്ടായി. അവർ വന്നവരേക്കും ഞങ്ങൾ നീതുവിനെയും ചേച്ചിമാരെയും ആൻറ്റിമാരെയും ഒക്കെ വിളിച്ചിട്ട് വീണ്ടും ഫോട്ടോ ഒക്കെ എടുത്തു. പിന്നെ പോകാൻ സമയമായി. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി അപ്പോൾ ഫോട്ടോ എടുക്കാമെന്ന് വെച്ചപ്പോഴാട്ടോ അതേ കുഞ്ഞുവാവയുടെ ഫോട്ടോ എടുക്കാൻ മറന്നുപോയി. അങ്ങനെ അതേ അവളുടെ ഫോട്ടോയും എടുത്ത് അവളുടെ ഉറങ്ങണമായിരുന്നു കേട്ടോ. അങ്ങനെ അതേ അവളുടെ മാമനാണിത്, മാമനും അമ്മാമ്മയാണ് നിൽക്കുന്നത്. അങ്ങനെ ൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ തന്നെ പിന്നെ വീട്ടിലേക്ക് പോരാനുള്ള സമയമായിട്ടാണ്. അങ്ങനെ അതേ വണ്ടി കയറി ഞങ്ങളെല്ലാവരും തിരിച്ചു പോന്ന്. ഞങ്ങളതേ ഇവിടെ വീട്ടിലെത്തി. ഇന്നത്തെ 90ൻ്റെ വിശേഷങ്ങൾ ഇത്രേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. താങ്ക്